സൂക്ഷിക്കുക, ഏഷ്യയുടെ ആകാശത്ത് ഇനി നിയമങ്ങളൊക്കെ മാറ്റി എഴുതപ്പെടാൻ പോകുന്നു. ഇത് വെറും ഒരു വാർത്തയല്ല, ഇത് ഭാരതം ലോകത്തിന് നൽകുന്ന അന്ത്യശാസനമാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇടനാഴികളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ വിറളി പിടിപ്പിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, കൃത്യം 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനായി ഇന്ത്യ ഔദ്യോഗികമായി ഒരുങ്ങിക്കഴിഞ്ഞു. 3.25 ലക്ഷം കോടി രൂപയുടെ ഈ മഹാകരാർ വെറുമൊരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രം മുതൽ ഹിമാലയൻ കൊടുമുടികൾ വരെ ഭാരതത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ വീണ്ടും റഫേലിനെ തന്നെ തിരഞ്ഞെടുത്തത്? എന്താണ് ഈ 114 വിമാനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം? 90 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ചൈന ഭയപ്പെടുന്നത് എന്തിനെയാണ്? ലോകം ഉറ്റുനോക്കുന്ന ആ സസ്പെൻസ് നീക്കത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നമ്മുടെ അതിർത്തികൾ ഇന്ന് ശാന്തമല്ല. ഒരു വശത്ത് ലഡാക്കിലും അരുണാചലിലും ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. വാർത്തകളൊന്നും മാപ്രകൾ പുറത്തു വിട്ടില്ല എങ്കിൽ കൂടി സത്യമതാണ്. കൂടാതെ മറുവശത്ത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാൻ, പിന്നെ നമ്മളെ തടയാനായി ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റുകൾ. അപ്പോൾ ഈ ശത്രുക്കളെയും ഒരേ സമയം നേരിടണമെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പടച്ചട്ടയണിഞ്ഞ് കരുത്ത് കൂടിയേ തീരും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 42 സ്ക്വാഡ്രണുകൾ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ പക്കലുള്ളത് 31 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ വിടവ് നികത്തുക എന്നത് രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. MiG-21 വിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഉണ്ടാകുന്ന വിടവ് നികത്താനായി നമുക്ക് അതിവേഗം പറക്കുന്ന, ശത്രുവിൻ്റെ കണ്ണ് വെട്ടിക്കുന്ന ആധുനിക പോർ വിമാനങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെയാണ് MRFA മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന ബൃഹത്തായ പദ്ധതിയുടെ പ്രസക്തി. ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷനിൽ നിന്നും നേരത്തെ വാങ്ങിയ 36 റഫേലുകൾ ഇന്ന് അംബാലയിലെയും ഹസിമാരയിലെയും താവളങ്ങൾ അവിടെ ഇന്ത്യയുടെ കാവൽക്കാരായി നിൽക്കുകയാണ്. അപ്പോൾ ഈ വിമാനങ്ങളുടെ പ്രകടനം കണ്ട് ശത്രുരാജ്യങ്ങൾ അന്തം വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിജയിച്ച ഫോർമുല മാറ്റേണ്ടതില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചത്. എന്താണ് റഫേലിനെ ഇത്രത്തോളം അപകടകാരിയാക്കുന്നത്? റഫേൽ വെറുമൊരു വിമാനമല്ല, അതൊരു പറക്കുന്ന കമ്പ്യൂട്ടർ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓംനി റോൾ വിമാനം എന്ന വിശേഷണം ഇതിന് സ്വന്തമാണ്. പിന്നെ മീറ്റിയോർ മിസൈൽ, അതായത് മീറ്റിയോർ മിസൈൽ എന്ന് പറയുന്നത് 150 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രുവിനെ കാണാൻ പോലും സാധിക്കുന്നതിന് മുമ്പ് തകർക്കാൻ ഇതിന് സാധിക്കും. ഇതിനെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്ന് വിളിക്കുന്നു. ഏഷ്യയിൽ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത കരുത്താണിത്. കൂടാതെ സ്കാൽപ് ക്രൂയിസ് മിസൈൽ 500 കിലോമീറ്റർ ദൂരെയുള്ള ശത്രുവിൻ്റെ ബങ്കറുകൾ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതായത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും പറന്നുയർന്ന് അതിർത്തി കടക്കാതെ തന്നെ ശത്രുവിൻ്റെ ഹൃദയഭാഗം തകർക്കാൻ റഫേലിന് സാധിക്കും. പിന്നെ AESA റഡാർ ഒരേ സമയം 40-ലധികം ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും 8 ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും ഈ വിമാനത്തിലുള്ള റഡാർ സംവിധാനത്തിന് സാധിക്കും. ഇനി അടുത്തത് സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ ആണ്. ശത്രുവിൻ്റെ റഡാറുകളെയും മിസൈലുകളെയും വഴിതെറ്റിക്കുന്ന ഒരു സുരക്ഷാ കവചം റഫേലിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത് വിമാനത്തെ ഒരു അദൃശ്യ പോരാളിയാക്കി മാറ്റുന്നു. ഈ കരാറിലെ ഏറ്റവും വലിയ ആകാംക്ഷ 90 വിമാനങ്ങളുടെ നിർമ്മാണമാണ്. 114 വിമാനങ്ങളിൽ ആദ്യത്തെ 18 മുതൽ 24 എണ്ണം ഫ്രാൻസിൽ നിന്ന് നേരിട്ടെത്തും. എന്നാൽ ബാക്കിയുള്ള 90 വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുമായി ചേർന്ന് ഡസോൾട്ട് ഏവിയേഷൻ ഒരു വലിയ ഫാക്ടറി ഇന്ത്യയിൽ തുടങ്ങും. ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. ഇന്ത്യ ഇനി പഴയ ഇന്ത്യ അല്ല. ഇത് ഞാൻ ഇഷ്ടംപോലെ തവണ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി അഭിമാനം തോന്നുകയാണ് ഈ നിമിഷത്തിൽ. യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണം മുതൽ റഡാർ സിസ്റ്റം വരെ നിർമ്മിക്കാനുള്ള വിദ്യ ഇന്ത്യ സ്വന്തമാക്കും. തൊഴിലവസരങ്ങൾ വേറെ, ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ജോലി ലഭിക്കും. സ്പെയർ പാർട്സ് ലഭ്യത വേറെ. യുദ്ധമുണ്ടായാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. ഇത് വെറും ഒരു വാങ്ങലല്ല, മറിച്ച് ഭാരതത്തെ ഒരു ഗ്ലോബൽ എയ്റോസ്പേസ് ഹബ്ബാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് ഭാരതത്തിന് ഇഷ്ടംപോലെ നേട്ടങ്ങൾ ഉണ്ടായി. അതിൽ പുതിയൊരു പൊൻതൂവൽ കൂടി. ചൈനയുടെ പക്കൽ J-20 എന്ന സ്റ്റെൽത്ത് വിമാനമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ യുദ്ധതന്ത്രജ്ഞൻ പറയുന്നത് റഫേലിൻ്റെ പക്കലുള്ള സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റത്തിന് മുന്നിൽ ചൈനീസ് വിമാനങ്ങൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാകുമെന്നാണ്. കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലുള്ള ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണ ആയുധഭാരത്തോടെ പറന്നുയരാൻ റഫേലിന് സാധിക്കും.
ചൈനീസ് വിമാനങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പരിമിതികളുണ്ട്. 114 റഫേലുകൾ കൂടി എത്തുന്നതോടെ ഏഷ്യയിലെ ആകാശത്ത് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ആർക്കും സാധിക്കില്ല. കൂടാതെ നാവികസേനയ്ക്കായി വാങ്ങുന്ന 26 റഫേൽ മറൈൻ വിമാനങ്ങൾ INS വിക്രാന്തിൽ വിന്യസിക്കുന്നതോടെ ഇന്ത്യൻ സമുദ്രത്തിലെ ചൈനീസ് അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും അന്ത്യം കുറിക്കാൻ പുതിയൊരു ആൾ കൂടിയായി. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനകം തന്നെ ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ഫ്രാൻസിന് നൽകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഘട്ടങ്ങളിലൂടെയാണ് കരാർ മുന്നോട്ട് പോകുക. അതെന്താണെന്ന് കൂടി ഞാൻ വിശദീകരിച്ച് നൽകാം. ഒന്നാമത് വിലപേശൽ, പ്രൈസ് നെഗോഷിയേഷൻ. 3.5 ലക്ഷം കോടി രൂപ എന്ന പ്രാഥമിക കണക്കിൽ നിന്ന് ഇന്ത്യ വില കുറയ്ക്കാൻ ശ്രമിക്കും. CCS അംഗീകാരം, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഈ കരാറിന് അന്തിമ അംഗീകാരം നൽകും. അടുത്തത് സാങ്കേതിക പങ്കാളിത്തമാണ്. ഏത് ഇന്ത്യൻ കമ്പനിയാണ് ഡസോൾട്ടുമായി സഹകരിക്കേണ്ടതെന്ന് തീരുമാനിക്കും. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നമ്മളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ 114 റഫേലുകൾ. ഇത് വെറുമൊരു യുദ്ധവിമാനമല്ല, ഇത് 140 കോടി ജനങ്ങളുടെ സുരക്ഷയുടെ ഉറപ്പാണ്. ആകാശത്ത് മിന്നൽ പിണറായി റഫേൽ പറക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ പറയാം, ഞാൻ സുരക്ഷിതമാണ്, എൻ്റെ രാജ്യം കരുത്തരുടെ കൈകളിലാണ്. അപ്പോൾ ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സൈനിക ശക്തി എന്ന നിലയിൽ നിന്ന് 1ാമതിലേക്ക് കുതിക്കുകയാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ നോക്കിയവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ 114 റഫേലുകൾ. ഇത് വെറും ഒരു യുദ്ധവിമാനമല്ല, ഇത് 140 കോടി ജനങ്ങളുടെ സുരക്ഷയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ഉറപ്പാണ്. 3.25 ലക്ഷം കോടി രൂപയുടെ ഈ മഹാനിക്ഷേപം വരും തലമുറകൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ കണ്ണു വയ്ക്കുന്നവർക്ക് ഇനി മടക്കയാത്ര ഉണ്ടാകില്ല. ഈ അതിർത്തി തൊടാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ അന്ത്യം ഉറപ്പാണ്. അപ്പോൾ റഫേൽ വിമാനങ്ങൾക്ക് വരുന്നത് വെറും ഒരു സാങ്കേതിക കൈമാറ്റമായി കാണരുത്. ഇത് ഭാരതത്തിൻ്റെ പ്രതിരോധ വ്യവസായത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. 90 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുക മാത്രമല്ല ചെയ്യുന്നത്, വിദേശി രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളൊരു ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടം കൂടിയാണ്. വരും വർഷങ്ങളിൽ റഷ്യയെയും അമേരിക്കയെയും പോലെ ലോകത്തിന് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ കരാർ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഹിമാലയൻ അതിർത്തികളിൽ ചൈനയുടെ വിമാനങ്ങളൊക്കെ പറക്കാൻ ബുദ്ധിമുട്ടുന്ന, പേടിക്കുന്ന, അതേ ഉയരത്തിൽ ആയുധങ്ങൾ നിറച്ച റഫേലുകൾ മിന്നൽ വേഗത്തിൽ പറന്നുയരുന്ന കാഴ്ച. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IPN മലയാളം.